ഈ ഏപ്രിൽ മാസം നമ്മൾ മലയാളികൾക്ക് ഒരു പുണ്യമാസമാണ് അല്ലേ? ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഉത്സവമായ വിഷുവും യേശുവിൻ്റെ പുനരുത്ഥാനത്തെ വിളിച്ചോതിക്കൊണ്ട് സ്നേഹത്തിൻ്റെയും പ്രത്യാശയുടെയും ആഘോഷമായ ഈസ്റ്ററും ത്യാഗത്തിൻ്റെയും ദാനത്തിൻ്റെയും മഹത്വവുമായി ഈദുൽ ഫിത്തറും നമ്മൾ ഈ വേളയിൽ ആഘോഷിക്കുന്നു. എല്ലാ DMA കുടുംബാംഗങ്ങൾക്കും ഞങ്ങളുടെ കൃത്യമായ വിഷു, ഈസ്റ്റർ, ഈദുൽ ഫിത്തർ ആശംസകൾ. വിഷു നമ്മുടെ മലയാളികളുടെ കാർഷികോത്സവം, കൃഷിയുടെയും വിളവെടുപ്പിൻ്റെയും ഉത്സവം. ശ്രീകൃഷ്ണ ഭഗവാനെ കണി കണ്ടുകൊണ്ട് പുത്തൻ പ്രതീക്ഷകളിലേക്ക് മലയാളികൾ ചുവടുവെക്കുന്ന ദിവസമാണ് വിഷു. ഇതാ ഇവിടെ ഉണ്ണിക്കണ്ണനെ കണി കാണുവാനും ആരാധിക്കുവാനും കുറച്ച് ഗോപികമാർ. നമുക്കൊന്നു കാണാം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. അമ്പലപ്പുഴി ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നുവോ? കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ? അമ്പലപ്പുഴി ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നു? നാലാളറിയെ കൈപിടിക്കും തിരുനാടകശാലയിൽ ചേർന്നു നിൽക്കും. നാലാളറിയെ കൈപിടിക്കും തിരുനാടകശാലയിൽ ചേർന്നു നിൽക്കും. യമുനാ നദിയായി കുളിരലയിളകും നിലവിൽ അമ്പലപ്പുഴി ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നുവോ? ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുമ്പോഴും ദുഃഖ സാഹചര്യങ്ങളിലൂടെ കടന്നുപോകുമ്പോഴും ആത്മവിശ്വാസവും പ്രത്യാശയും പകരുന്നതാണ് യേശുവിൻ്റെ പുനരുത്ഥാനം. മാനവരാശിയുടെ പാപങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് കുരിശുമരണത്തെ കീഴടക്കി യേശു ഉയർത്തെഴുന്നേറ്റതിൻ്റെ ആഹ്ലാദവുമായി ഒരു ഈസ്റ്റർ ദിനം കൂടി നമ്മുടെ മുന്നിലേക്ക്. ഈ പുണ്യദിനത്തിൻ്റെ തിരുക്കർമ്മങ്ങൾക്ക് നമ്മൾക്കും ഒന്ന് പങ്കുചേർന്നാലോ?
കരുണയായി കടലിലും കണ്ടു, വചനമായി തിരയിലും കണ്ടു. നാഥ നിന്നെ ഞാൻ കണ്ടു. കൂരിരുൾ നോവിലും നിടറുമെൻ വഴിയിലും നാഥ നിന്നെ ഞാൻ കണ്ടു. യേശുനാഥ നിന്നെ കണ്ടു. വിശ്വാസികളെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കാനും പട്ടിണി കിടക്കുന്നവന്റെ വില അറിയുവാനും വേണ്ടിയാണ് റമദാനിൽ നോമ്പെടുക്കുന്നത്. വീണ്ടും ഒരു ചെറിയ പെരുന്നാളിന് കൂടി വരവേൽക്കാനൊരുങ്ങുകയാണ് നാടും നഗരവും. 1 മാസം നീണ്ടു നിൽക്കുന്ന വ്രതാനുഷ്ഠാനങ്ങൾക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഇതാ ഈദുൽ ഫിത്തർ വന്നെത്തി. നമുക്കും ഈ ആഘോഷത്തിൽ പങ്കുചേരാം. பெரியோனே என் ரஹ்மானே, பெரியோனே ரஹீம், பெரிய